അതെ, ഇന്ന് നമുക്ക് പെട്ടെന്നൊരു പാവയ്ക്കാത്തോരൻ റെഡിയാക്കിയാലോ? പാവയ്ക്കയുടെ ഗുണങ്ങൾ അറിയാവുന്നവർക്ക് അതിൻ്റെ കയ്പ്പൊന്നും ഒരു പ്രശ്നമില്ലായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും തോരൻ റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കി കടുകിട്ട് പൊട്ടിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കായും സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നും വഴറ്റി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് പാവയ്ക്ക ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പീര കൂടി ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പീര കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കണം. പാവയ്ക്കയുടെ കയ്പ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കറി ഒരിക്കലും മൂടി വെച്ച് വേവിക്കേണ്ട കാര്യമില്ല കേട്ടോ. തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കുക. തേങ്ങയൊന്നും ഒരുപാട് വെന്ത് പോകണ്ട കേട്ടോ. അതുകൊണ്ട് ഈ പരുവത്തിൽ ആക്കിയെടുക്കുക. ഇപ്പം നമ്മുടെ പാവയ്ക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. പിന്നെ പാവയ്ക്കയ്ക്ക് ഒരുപാട് കയ്പ്പ് കൂടുതലാണെങ്കിൽ അത് വൃത്തിയാക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പും വിനാഗിരി ഒഴിച്ച് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ കയ്പ്പൊന്ന് മാറിക്കിട്ടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ. താങ്ക് യു.